KM ഉമേഷ് തയ്യാറാണ് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, രാവിലെ തന്നെ എറണാകുളം ജില്ലയിൽ നേരിയ മഴയുണ്ടായിരുന്നു. നിലവിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? വിനിഷ, ഈ മഴ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും അതുപോലെ ശക്തമായി തന്നെ തുടരുന്നു. രാവിലെ ഞാൻ സൂചിപ്പിച്ചു, നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് പതിവായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് MG റോഡ് പോലെയുള്ള പ്രദേശങ്ങളൊന്നും വെള്ളക്കെട്ട് ഇല്ല. അതല്പം ആശ്വാസമാണ്. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ വിജയമായതിൻ്റെ ഒരു ഗുണമാണ് കണ്ടത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ദേശീയപാതയിലെ സ്ഥിതി. ഇതിപ്പോൾ ഈ കാണുന്നത് എടപ്പള്ളിയിൽ നിന്ന് മണ്ണുത്തിയിലേക്കുള്ള ദേശീയപാതയുടെ ഒരു ഭാഗമാണ്. ആ ദേശീയപാതയിൽ ഈ വാഹനങ്ങൾ ആലുവ ഭാഗത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിലൂടെ പതുക്കെ പോവുകയാണ്. അത് ഈ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എടപ്പള്ളി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. എടപ്പള്ളി ഭാഗത്താണ് വലിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉള്ളത്. അത് ജനങ്ങൾക്ക് അല്പം ദുരിതം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിട്ടുമാറാത്ത മഴ തന്നെയാണ് തടസ്സം. അതുകൊണ്ട് ഈ വെള്ളം അങ്ങനെ കിടക്കുകയാണ്. ഈ മഴ ശക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ ഡാമുകളിലൊക്കെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, കോതമംഗലം അങ്ങനെ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ തീവ്ര മഴയാണ് പെയ്തത്. അതുകൊണ്ട് ഡാമിലെ ജലനിരപ്പ് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈ പകുതിയോടെയൊക്കെ ഉണ്ടാകുന്ന ജലനിരപ്പ് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 40% വെള്ളം ഇപ്പോൾ തന്നെ ഇടമലയാർ ഡാമിലൊക്കെ ഉണ്ട്. അത് ഗുരുതരമായ സാഹചര്യത്തിലേക്കും ആശങ്കപ്പെടാനൊന്നും ഇല്ല. പക്ഷേ വളരെ വേഗത്തിലാണ് വെള്ളം കയറുന്നത് എന്നുള്ളതാണ്. ഇനിയും മഴ ഇങ്ങനെ ഒരു 10 ദിവസം കൂടിയൊക്കെ തുടർന്നാൽ 50%-ലധികം വെള്ളം എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം വളരെ ജാഗ്രതയോടെ തന്നെ കാണുന്നുണ്ട്. കൃത്യമായ അലേർട്ടുകൾ നൽകുന്നു. ഇന്ന് രാവിലെയൊക്കെ യെല്ലോ അലർട്ടാണ് പറഞ്ഞിരുന്നെങ്കിലും 7 മണിക്ക് അലർട്ട് മാറിയിരുന്നു. 7 മണി മുതൽ ഒരു 3 മണിക്കൂർ നേരം 10 മണി വരെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. അതിന് സമാനമായ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. മഴ വിട്ടുമാറിയിട്ടില്ല. ഇന്ന് 2 ദിവസം മുൻപ് ഈ കുമ്പളത്ത് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അയാളെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള മഴക്കെടുതികളുണ്ട്. പലയിടത്തും വ്യാപകമായി മരം ഒക്കെ വീണിരുന്നു. ജില്ലയിൽ ഇന്നലെ രാത്രി വരെയുള്ള കണക്കനുസരിച്ച് 216 വീടുകൾ തകർന്നു എന്നുള്ളതാണ്. അതിൽ 3 വീടുകൾ പൂർണ്ണമായും 213 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ മഴക്കെടുതികളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മഴ മാറി നിൽക്കാതെ ഇപ്പോഴും തുടരുക തന്നെയാണ് എറണാകുളം ജില്ലയിലും. വിനിഷ, ശരി. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മഴയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് KM ഉമേഷ.